2018 പ്രളയകാലത്തിന്റെ തുടക്കത്തിൽ സഖാവ് പിണറായി വിജയൻ കേരള ജനതയോട് ഒന്നായി ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മൾ ഒരുമിച്ചിറങ്ങുകയല്ലേ എന്ന്. നമ്മൾ ഇറങ്ങി പോരാടി വിജയിച്ച മണ്ണാണിത്. അടുത്ത മണിക്കൂറിൽ എന്തും സംഭവിക്കാം. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ട സഹായവും സംരക്ഷണവും ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇനി ഞങ്ങളുടെ പ്രിയപ്പെട്ട മന്ത്രിയോടാണ്. ദുരന്തങ്ങളൊന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. പക്ഷെ ഇതിനൊക്കെ എങ്ങനെ നേരിടണം, ചെറുത്ത് നിൽക്കണം എന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ സമയാസമയം ഞങ്ങളെ ഒന്ന് അറിയിക്കണം. ചേച്ചി, പിണറായി സഖാവ് ചേർത്തു പിടിച്ച കഥകളൊന്നും നിങ്ങൾ പറയണ്ട. അന്ന് മരണത്തിന് കീഴടങ്ങിയത് 483ഓളം പേരാണ്. നിരവധി പേരെ കാണാതായിട്ടുമുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ അതിനുശേഷമെങ്കിലും അതിനുള്ള മുൻകരുതലുകളും സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നെങ്കിൽ ഇന്ന് 2026 26ഓളം പേർ മരണത്തിന് കീഴടങ്ങില്ലായിരുന്നു. പിന്നെ നിങ്ങൾ അതിനുശേഷം പാലക്കാട് മണ്ണാർക്കാടുള്ള പാവപ്പെട്ടവർക്ക് നിങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അവിടെയുള്ളവർക്ക് വീട് വെച്ച് നൽകാമെന്ന്. എന്നാൽ 2018 കഴിഞ്ഞു, 2026 ഇന്നേ വരെ നിങ്ങൾ ഒരു വീട് പോലും അവിടെ പൂർത്തിയാക്കിയിട്ടില്ല എന്നതാണ് സത്യം. പിന്നെ നിങ്ങൾ ആലപ്പുഴ ചങ്ങനാശ്ശേരിയിൽ 750 കോടിയോളം മുടക്കി AC റോഡ് പണിതു. ഇനി പ്രളയം വന്നാൽ ചെറുക്കുന്നതിന് വേണ്ടി. പക്ഷെ ഇപ്പോൾ ആ റോഡിന്റെ അവസ്ഥ എന്താണ്? പിന്നെ പ്രളയമെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ട സഖാവ് അമേരിക്കയിലേക്ക് പോയി, അവിടെയുള്ള പ്രവാസികളെ സന്ദർശിക്കുന്നതിന് വേണ്ടി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് 28 ലക്ഷത്തോളം പിരിച്ചെടുത്തു. ആ പൈസയൊക്കെ എവിടെയാണ് ചേച്ചി? പിന്നെ നിങ്ങൾ എന്തർത്ഥത്തിലാണ് പ്രിയപ്പെട്ട സഖാവ് ചേർത്തു പിടിച്ചു എന്നൊക്കെ പറയുന്നത്? നിങ്ങൾ പറയുന്ന വാക്കിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അതുകൊണ്ടാണ് ചിലർ പറയുന്നത് നിങ്ങളുടെ സഖാവ് എന്ത് തിരുമറികൾ കാണിച്ചാലും എന്തു വൃത്തികേടുകൾ കാണിച്ചാലും നിങ്ങൾ വെള്ള പൂശുമെന്ന്. മറ്റു ചിലർ പറയുന്നത് ഇതിനെ അന്ധം കമ്മി എന്നാണ്. അയാൾക്ക് ചെവിടും കേൾക്കുന്നില്ല തോന്നുന്നു. എല്ലാം അന്നൊരു ശരിയായ അർപ്പാണല്ലേ. ഞാൻ സംസാരിച്ച് അവസാനിപ്പിച്ചല്ലേ. നിങ്ങൾക്ക് എന്താ തർക്കിക്കാണോ വേണ്ടത്? മാലനക്കാൻ കൊടുക്കും. അമ്മാതിരിക്കാൻ വേണ്ടി വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി.